Dear students, നമ്മുടെ ബയോളജി ക്ലാസ് ലാസ്റ്റ് പോർഷന് നമ്മൾ എത്തിയത് മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ വരെയായിരുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ഈ പോർഷൻ തന്നെ കൂടുതലായിട്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, കാരണം ഇത് ആൾറെഡി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തതുമാണ്, അതുപോലെ തന്നെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് കണ്ടതുമാണ്. അതിനെ ബേസ് ചെയ്തൊരു ക്ലാസ് നമ്മൾ ആൾറെഡി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിരുന്നാലും ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ലൈൻസ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ട് അടുത്ത പോർഷനിലോട്ട് കിടക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് അറിയേണ്ടത് ഒരു റെസ്റ്റിംഗ് സ്റ്റേജില് ഒരു ന്യൂറോണിന്റെ അകത്തും പുറത്തും എവിടെയൊക്കെയാണ് ചാർജസ് ഉള്ളത്. ഇനി ന്യൂറോൺ എന്ന് പറയുന്ന സെല്ല്, ന്യൂറോൺ എന്നല്ല എല്ലാ സെല്ലിലും പ്ലാസ്മ മെംബ്രെയിനിന്റെ അകത്തും പുറത്തും there are positive and negative charges. And what is the reason for the presence of these charges? You have to study these lines. The outer surface of the plasma membrane of a neuron is positively charged and the inner surface is negatively charged, and this is due to the difference in the distribution of certain ions. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ബൈ ഹാർട്ട് ചെയ്ത് അറിഞ്ഞിരിക്കണം. What is the reason for the presence of these charges എന്ന് ചോദിച്ചാൽ it is due to the difference in the distribution of certain ions. And which charge is present? The outer surface of plasma membrane positive charge and inner side negative charge. അപ്പൊ ഈ ചാർജസിൽ എപ്പോഴാണ് മാറ്റം വരിക എന്നാ പറഞ്ഞത്? When stimulated. അപ്പോ ഒരു സെല്ല് റെസ്റ്റിംഗ് സ്റ്റേജിൽ എന്താന്ന് പറഞ്ഞു, അത് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? The distribution of ions in that particular region change. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കാരണം അയേൺസിൽ വ്യത്യാസം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അയേൺസ് കാരണം ഉണ്ടാവുന്ന ചാർജുകളിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇന്നർ സർഫസിൽ എന്താകും? പോസിറ്റീവ് ആകും, ഔട്ടർ സർഫസിൽ നെഗറ്റീവ് ആകും. ഓക്കെ, അപ്പോ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷനും കറക്റ്റായിട്ട് പറയാൻ അറിഞ്ഞിരിക്കണം. ഇനി ഒരു ചേഞ്ച് മാത്രമല്ല സംഭവിക്കുന്നത്, ഈ ഇമ്പൾസ് കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ അതിനുള്ള റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ആൻസർ നെക്സ്റ്റ് ലൈനുകളിലാണുള്ളത്. ദിസ് മൊമെന്ററി ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ്സ് ഇറ്റ്സ് അഡ്ജസന്റ് പാർട്ട്. ഒരു ഭാഗത്ത് മാറ്റം വന്നു കഴിഞ്ഞാൽ അത് അടുത്ത ഭാഗത്തെയും മാറ്റത്തിന് കാരണമാകും. ആൻഡ് ദിസ് പ്രോസസ് പ്രൊസീഡ്സ് ആൻഡ് ഇമ്പൾസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ആസ് ഇലക്ട്രിക് ചാർജസ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാരഗ്രാഫ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. അതായത് നിങ്ങളുടേതായ ലൈൻസിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കഴിയുന്നതും, അതല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ലൈൻസ് ശരിക്കും പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നീട് സിനാപ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത പോർഷന്. സിനാപ്സിനെ കുറിച്ചെല്ലാം വിശദീകരിച്ച് നേരത്തെ പറഞ്ഞതാണ്. പിക്ചർ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പാരഗ്രാഫ്, ഈ കംപ്ലീറ്റ് പാരഗ്രാഫിലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് കിടക്കുന്നത്. അതില് വാട്ട് ഈസ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ, സിനാപ്സ് ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ആൻഡ് എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ആൻഡ് എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ലൈൻ അറിഞ്ഞിരിക്കുക. ഇനി സിനാപ്റ്റിക് ന്യൂബില് ഇമ്പൾസ് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിന്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എക്സാമ്പിൾസ് ആണ് അസറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പാമിൻ. ഇനി എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ എന്താണ്? അതാണ് ഈ ഒരു ലൈന്. ഓക്കെ, ഈ ഒരു ലൈന് ബൈ ഹാർട്ട് ചെയ്ത് അറിഞ്ഞിരിക്കണം. ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസന്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. ദിസ് ലൈൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ. Now, what is the function of synapse? സിനാപ്സിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ ഇത് രണ്ടാണ്, രണ്ടും സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഫംഗ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇറ്റ് സ്റ്റിമുലേറ്റ് ദ അഡ്ജസന്റ് ഡെൻഡ്രൈറ്റ് ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സിനാപ്സ്? സിനാപ്സിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സിനാപ്സ് ഓർ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സിനാപ്സ്? അത്തരത്തിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ഒരു ആൻസർ ആണ് ലാസ്റ്റ് ലൈനിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്. ഇതിലൂടെ ഇമ്പൾസ് പോകുന്നതിന്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാനും, അതായത് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇമ്പൾസ് എവിടെ നിന്ന് എവിടേക്ക് പോകുന്നുള്ളൂ?
ഡെൻഡ്രൈറ്റിൽ നിന്ന് ആക്സോണൈറ്റിലേക്ക് എന്ന രൂപത്തിൽ മാത്രമേ പോകുന്നുള്ളൂ. ഒരിക്കലും ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. തിരിച്ചു വരാത്തതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ സിനാപ്റ്റിക് നോബ് could only produce neurotransmitters which can change the electric impulse into chemical impulses, and these chemical substances are stimulating the adjacent dendrite. അപ്പൊ ഈ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നെ ഈ ചിത്രങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണേ. ഐഡന്റിഫൈ ദ പിക്ചർ എന്നുള്ള തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോ ഇത് മൂന്നും സിനാപ്സിന്റെ ചിത്രങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ സിനാപ്സുകളെ 3 സ്ഥലങ്ങളിലുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ടൈപ്സ് ഓഫ് ന്യൂറോണുകളായിരുന്നു. ടൈപ്സ് ഓഫ് ന്യൂറോണും തന്നെ വളരെ ഈസിയാണ് അല്ലെ. ഇമ്പൾസ് എവിടെ നിന്നും എവിടേക്ക് പോകുന്നു എന്നതിന്റെ ബേസ് ചെയ്ത് ന്യൂറോൺസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും. ഈ ന്യൂറോൺസുകൾ ഏതെല്ലാം ടൈപ്പ് ന്യൂറോണുകളാണോ ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് നെർവ്സുകളെ എത്രയായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു 3. ഓക്കെ. ഇപ്പൊ നെർവ്സില് മോട്ടോർ ന്യൂറോണും അതുപോലെ സെൻസറി ന്യൂറോണും രണ്ടും ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? മിക്സ്ഡ് നെർവ് എന്ന് പറയും. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ്. എന്നാലും എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ഭാഗം കൂടിയാണ്. ഇനി അതുപോലെ ഈ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ പിക്ചറിൽ വാട്ട് ഈസ് നെർവ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നെർവ് എന്ന് പറയുന്നത് ഒരു ആക്സോണിന്റെ കൂട്ടമാണ്. ആക്സോണുകളുടെ കൂട്ടമാണ്. ഈ ആക്സോണുകളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി സഹായിക്കുന്നത്, അതിനെ കവർ ചെയ്യുന്നത് ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ. ഇത്രയും പോർഷൻസ് ആണ് ഈ ഒരു പേജിലുള്ളത്. ഇനി അടുത്ത പോർഷനിൽ എന്ന് പറയുന്നത് ഒരു പുതിയ ക്ലാസ് ആയിരുന്നു വിക്ടേഴ്സ് ചാനലിൽ. ഇനി അതിലേക്ക് കടക്കാം. ഓക്കെ. ഇനി അടുത്ത പോർഷനിൽ വരുന്നത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു പോർഷനാണിത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം തന്നെ പഠിച്ചിരുന്നു. ഫസ്റ്റ് പോർഷനിൽ ഏതൊക്കെയായിരുന്നു? ബ്രെയിന്, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ഈ 3 പോർഷൻസ്, ഈ 3 ഭാഗങ്ങളെ തന്നെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ പിക്ചേഴ്സും ശരിക്കും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലോ ചാർട്ടും ഉണ്ട്. ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നെർവസ് സിസ്റ്റത്തെ 2ആക്കി ഡിവൈഡ് ചെയ്തത്, ഒന്നിവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റം തന്നിട്ടുണ്ട്. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ടല്ലോ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഇത് എടുത്ത് എഴുതാനേ ഉള്ളൂ. ബ്രെയിനും സ്പൈനൽ കോഡ്. ദെൻ സ്വാഭാവികമായിട്ട് ഇവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഏതായിരിക്കും? പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇറ്റ് ഈസ് ഗിവൺ ഹിയർ. പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ 2 പാർട്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നത് തന്നെയാണ്, ക്രാനിയലും സ്പൈനലും. ഓക്കെ. ഇനി ഇവിടെ എഴുതിയിട്ടുള്ള ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്തായി അറിഞ്ഞിരിക്കണം? ക്രാനിയൽ നെർവ്സ് എത്ര പെയറുണ്ട്, സ്പൈനൽ നെർവ്സ് എത്ര പെയറുണ്ട്. ഇപ്പൊ ക്രാനിയൽ നെർവ്സ് എന്താണ്, സ്പൈനൽ നെർവ്സ് എന്താണെന്നുള്ളത് വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും അല്ലെ. സ്വാഭാവികമായിട്ടും സ്പൈനൽ കോഡിൽ നിന്ന് പോകുന്നതാണ് സ്പൈനൽ നെർവ്സ്, ബ്രെയിനിൽ നിന്ന് പോകുന്നതാണ് ക്രാനിയൽ നെർവ്സ്. ഓക്കെ. ഇനി ബ്രെയിനിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രെയിനില് 2 കാര്യങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്. ദ പ്രൊട്ടക്ഷൻ ഓഫ് ബ്രെയിൻ ആൻഡ് ദ ഫങ്ഷൻ ഓഫ് ദ ബ്രെയിൻ. ഫങ്ഷൻ ആൻഡ് ദ സ്ട്രക്ചർ. ഓക്കെ. അപ്പൊ അതിൽ പ്രൊട്ടക്ഷനെ കുറിച്ചായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറയുന്നത്. പ്രൊട്ടക്ഷനില് 3 കാര്യങ്ങളാണ് പ്രൊട്ടക്ഷന് വേണ്ടി സഹായിക്കുന്നത്. The first one is skull, and the second one is meninges, and the third one is cerebrospinal fluid. ഓക്കെ. ഞാൻ ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വെച്ചാല് മറ്റുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അല്ലാത്ത രീതിയിലുള്ള എല്ലാ ക്ലാസ്സും കിട്ടുന്നുണ്ടാകും. ഇപ്പോ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിൽ സാധാരണ നമ്മൾ ക്ലാസ് റൂമിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പരിചയപ്പെടുന്നത് നടക്കൂലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു ക്ലാസ് ചെയ്തിരുന്നത്. അപ്പോ നിങ്ങൾ അതിൽ കണ്ടതായിരിക്കും പ്രൊട്ടക്ഷന് സ്കള്ളും മെനിഞ്ചസും CSF, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന് അതിന്റെ ഷോർട്ടായിട്ട് പറയുന്നതാണ് CSF.
അപ്പൊ സ്കൾ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. സ്കളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ വീഡിയോയിൽ തന്നിരുന്നു. അതുപോലെ തന്നെ മെനിഞ്ചസിൽ 3 ലെയറുകളാണുള്ളത് എന്നുള്ളതും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഔട്ടർ ലെയറും ഇന്നർ ലെയറും മിഡിൽ ലെയറും. ഇതിനിടയിലാണ് എന്ത് കാണാൻ പറ്റുക? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നത്. ഓക്കെ, അപ്പോ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ കുറിച്ച് ഒന്നും കൂടെ ഇപ്പൊ സ്കളിനെയും മെനിഞ്ചസിനെയും കമ്പയർ ചെയ്ത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ കുറിച്ച് ഒന്നും കൂടെ വിശദീകരിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് 2 പോയിന്റുകൾ നിങ്ങൾക്ക് കാണാം. അബൌട്ട് ദ ഫംഗ്ഷൻ ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് and about the formation of cerebrospinal fluid. How cerebrospinal fluid is formed. Here it is given in the first line of the book. Cerebrospinal fluid is formed from the blood and is reabsorbed into the blood. അതായത് ഇതിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളത് നോക്കുക. ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ. ഓക്സിജനും ന്യൂട്രിയൻസും ബ്രെയിൻ സെൽസുകൾക്ക് കൊടുക്കുന്നത് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. സ്വാഭാവികമായിട്ടും ന്യൂട്രിയൻസും ഓക്സിജനും ഓരോ സെല്ലിലും എത്തിക്കുന്നത് ആരാണ്? ബ്ലഡ് ആണ്. ബ്ലഡിൽ നിന്നുണ്ടാവുന്ന ഫ്ലൂയിഡ് ആണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ അതിൽ നിന്നുള്ള ഓക്സിജനും ന്യൂട്രിയൻസും അതിന്റെ നറിഷ്മെന്റ് വീണ്ടും അതൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ബ്ലഡിലോട്ട് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത്. റീഅബ്സോർബ് ചെയ്ത് വീണ്ടും അതിലേക്ക് ന്യൂട്രിയൻസും അതുപോലെ ഓക്സിജനും ആഡ് ചെയ്തിട്ട് വീണ്ടും അതെന്തായി മാറും? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആയിട്ട് മാറും. അപ്പൊ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് ഫങ്ഷൻസ് ആയിരിക്കും. ഫങ്ഷൻസ് ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ അല്ലാതെ മറ്റ് 2 ഫങ്ഷൻസ് കൂടെ ഇവിടെ കൊടുത്തതായിട്ട് കാണാം. ദേ റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ ആൻഡ് ആൾസോ ദേ പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. ഓക്കെ, അപ്പൊ 3 ഫങ്ഷൻസ് ആണ് ഇതിനെ കുറിച്ച് കൊടുത്തത്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ കുറിച്ച് കൊടുത്തത്. ഏറ്റവും ഇമ്പോർട്ടന്റ് അതിന്റെ ഫോർമേഷൻ ആണ്. അത് ഒരുപാട് ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫോർമേഷൻ. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. അടുത്തതായിട്ട് ബ്രെയിനിന്റെ സ്ട്രക്ചറാണ്. ഇപ്പൊ ബ്രെയിനിന്റെ സ്ട്രക്ചർ, ഇതിലെ പാർട്സുകൾ നോക്കുക. പാർട്സിന്റെ ഫംഗ്ഷന് ചിത്രം നിങ്ങൾക്കറിയാം. ഇത് നിങ്ങൾക്ക് വരക്കാനുണ്ടാകും, കണ്ടിട്ടായിരിക്കും വരക്കാനുണ്ടാവുക. അപ്പൊ വരച്ചെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അത് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് ഇത് വരച്ച് അടയാളപ്പെടുത്തുകയും വേണം. ഇതിന്റെ പാർട്സ് 5 പാർട്സ് ആണ്. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടാകും, വിക്ടേഴ്സ് ചാനലിൽ കണ്ടിട്ടുണ്ടാകും. ഇതിന്റെ 5 പാർട്സും അതിന്റെ സ്പെഷ്യാലിറ്റീസും അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാന്നുള്ളതൊക്കെ അവിടെ വിശദീകരിച്ചു തന്നാണ്. സെറിബ്രത്തിലെ ദ ലാർജസ്റ്റ്, ഈ ഒരു ഏറ്റവും വലിയ ഭാഗത്തെ പറയുന്ന പേരാണ് സെറിബ്രം. പുട്ട് നമ്പർ 1 ഫോർ ദ സെറിബ്രം. ആൻഡ് ഫംഗ്ഷൻ ആണ് ക്വസ്റ്റ്യനില് കൂടുതലായിട്ട് വരാറ്. അതേ ചോദിക്കാറ് എന്നുള്ളതല്ല, കൂടുതലായിട്ട് ഫംഗ്ഷൻ ആണ് ചോദിക്കാറ്. സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി, ഇമാജിനേഷൻ. അപ്പൊ ഇതൊരു എക്സാമ്പിളിലൂടെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ നിങ്ങൾ വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു ചിത്രം വരക്കുന്ന സമയത്ത്, നിങ്ങളൊരു സ്റ്റോറി ബുക്ക് വായിക്കുന്ന സമയത്തൊക്കെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട്, ഒരു സിറ്റുവേഷൻ എക്സാമ്പിളിലൂടെ കൊടുത്തിട്ട് ആ സമയത്ത് ബ്രെയിനിന്റെ ഏത് പോർഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മള് പിന്നെ എന്ത് ചെയ്യാ, ഒരു ചിത്രം വരയ്ക്കുകയോ അല്ലെങ്കിൽ സ്റ്റഡി ടൈമിലൊക്കെ നമുക്ക് വരുന്ന പ്രോസസ്സുകളാണ് ഇതെല്ലാം, അല്ലെ? അപ്പൊ ഒരു സ്റ്റഡി ടൈമിൽ നമ്മൾ ബ്രെയിനിന്റെ ഏത് പോർഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെറിബ്രമാണ്. ഇപ്പൊ ഇമാജിനേഷൻ, നമ്മളൊരു ചിത്രം വരക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പൊ അതേതീകരം അത് സെറിബ്രമാണ്. ഈ സെൻസേഷൻ, ഒരു ചിത്രം വരക്കണമെങ്കിൽ വെറുതെ എന്തുമാത്രം പോരാ, ഇമാജിനേഷൻ മാത്രം മതിയോ? പോരാ. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ കണ്ണുകൊണ്ട് കാണണം. അതുപോലെ സ്വാഭാവികമായിട്ടും കൈകൊണ്ട് വരക്കുക, അല്ലെ? അപ്പൊ ഇതൊരു വോളണ്ടറി ആക്ഷനാണ്. ഞാൻ സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് എന്താണ് വോളണ്ടറി മൂവ്മെന്റ്സ്, എന്താ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന്, അല്ലെ? നമ്മുടെ കൺട്രോളിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു കൈകൊണ്ട് വരക്കുക. അപ്പോ ഏത് വോളണ്ടറി മൂവ്മെന്റ്സും കൺട്രോൾ ചെയ്യുന്നത് അതാണ്. ഇവോക്ക് സെൻസേഷൻ എന്ന് പറയുമ്പോൾ വെറുതെ എന്താ പറയാ, കാണല് മാത്രമല്ല, ഹിയർ, സ്മെല്ല്, ടച്ച്, ഇതെല്ലാം ഏത് കൺട്രോൾ ചെയ്യുന്നുണ്ട്? നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസിന്റെയും പ്രവർത്തനം ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? സെറിബ്രം കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സെൻസേഷൻസ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ എല്ലാത്തരം വോളണ്ടറി ആക്ഷൻസ്, അപ്പൊ വാക്കിംഗ്, റണ്ണിങ്, ഇതെല്ലാം
ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? സെറിബ്രമാണ്. അപ്പോൾ എക്സാമ്പിളിലൂടെ ഇത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ചിലപ്പോ വോളണ്ടറി മൂവ്മെന്റ് ഇതായിരിക്കൂല, ഏതെങ്കിലും ഒരു വോളണ്ടറി മൂവ്മെന്റ് ആയിരിക്കാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഇവോക്ക് സെൻസേഷൻ ആയിരിക്കൂല, ഏതെങ്കിലും ഒരു സെൻസ് ഓർഗന്റെ ഫംഗ്ഷൻ ആയിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ ഈ 3 ഫംഗ്ഷനും മനസ്സിലാക്കാം. അടുത്തത് സെക്കൻഡ് പാർട്ട് സെറിബെല്ലം. സെക്കൻഡ് പാർട്ട് സൈസിലും സെക്കൻഡ് പാർട്ട് തന്നെയാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ലീഫിന്റെ സ്ട്രക്ചർ പോലെ സെറിബെല്ലം സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ്. സെറിബ്രത്തിന്റെ താഴെയായിട്ട് സൈഡിലായിട്ട് വരുന്നത് കാണാം. ഇനി ഇതിന്റെ ഫംഗ്ഷൻ 2 ഫംഗ്ഷനാണ് ഇവിടെ കൊടുത്തത്. കോർഡിനേറ്റ്സ് മസ്കുലാർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു കോർഡിനേഷൻ, മസിൽ ആക്ടിവിറ്റീസിന്റെ കോർഡിനേഷനും അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ്, ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചെയ്യുക, ബാലൻസ് ഇല്ലാതെ വീഴാതെ നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്? സെറിബെല്ലമാണ്. അതിന്റെ മെസ്സേജുകൾ സെറിബെല്ലമാണ് നൽകുന്നത്. ഇനി 3ാമത്തെ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ സ്ട്രക്ചർ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കാം. ഇറ്റ്സ് റോഡ് ഷേപ്ഡ്. ഏറ്റവും താഴെയായിട്ട് വരും. കാരണം അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഏത്? ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന അടുത്ത പാർട്ടായിട്ടുള്ള സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന്റെ സ്റ്റാർട്ടിംഗ് പാർട്ടാണ് ഏത്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പോ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ പ്രത്യേകതകൾ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം. റോഡ് ഷേപ്ഡ് ആണ് ആൻഡ് ഇറ്റ്സ് സീൻ ബിലോ ദ സെറിബ്രം ആൻഡ് ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ല. ഇനി ഫംഗ്ഷൻ നോക്കുക. സെറിബ്രത്തിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇവിടെ വോളണ്ടറി ആണെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ഇൻവോളണ്ടറി ആക്ഷൻസ്. ഇൻവോളണ്ടറി ആക്ഷൻസ് ഏതൊക്കെയാണ്? നമ്മുടെ ഹാർട്ട് ബീറ്റും ബ്രീത്തിങ്ങും ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ഇപ്പൊ ഒരു ഹെൽമെറ്റ് വെക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്, ഇറ്റ്സ് ടു പ്രൊട്ടക്ട് അവർ മെഡുല്ല ഒബ്ലോങ്കേറ്റ. അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിനെ കുറിച്ച് വിശദീകരിക്കുക, ജസ്റ്റ് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതായിരിക്കും മിക്കവാറും ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരാറുള്ളതും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റ ഇൻവോളണ്ടറി ബ്രീത്തിങ്ങും ഹാർട്ട് ബീറ്റും കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും ഒരു ക്ഷതം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ഒരാളുടെ മരണം സംഭവിക്കും. ഇനി 3ാമത്തെ പോർഷനാണ് തലാമസ്. ഓക്കെ, തലാമസ് ഈ ഒരു പോർഷനിലായിരിക്കും. നിങ്ങൾക്ക് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് എവിടെയാണ് തലാമസ് എന്നുള്ളത്. സെറിബ്രത്തിന്റെ താഴെയായിട്ട് ഉള്ളിലായിട്ടാണ് തലാമസ് വരുന്നത്. തലാമസിന്റെ ഫംഗ്ഷൻ 2 ഫംഗ്ഷൻ കൊടുത്തത് കാണാം. അതിൽ ഇമ്പോർട്ടന്റ് വൺ ഈസ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ. എന്താണ് റിലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്പോർട്സിലൊക്കെ റിലേ കോമ്പറ്റീഷനിൽ കേട്ടതാണ് അല്ലേ? എന്താണ് റിലേ കോമ്പറ്റീഷനിൽ സംഭവിക്കുന്നത്? ഒരു റോഡ്, ഒരു സ്റ്റിക്ക്, 4 പാർട്ടിസിപ്പൻസ് ഉണ്ടാകും. ആ 4 പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. ഒരാളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ റോഡ് കൊടുക്കുന്നു, അടുത്ത ആൾ അത് വാങ്ങുന്നു. എന്താണ്? someone is receiving and is transmitting to the other. അപ്പൊ ഇവിടെയും തലാമസ് അതന്നെ ചെയ്യുന്നത്. തലാമസ് എന്ത് ചെയ്യുന്നു? ഇമ്പൾസുകളെ നേരിട്ട് ബ്രെയിനിലേക്ക് കൊണ്ടുപോവാതെ സെറിബ്രത്തിലേക്ക് വരുന്ന ഇമ്പൾസുകളെ തലാമസ് ആദ്യം ഒന്ന് റിസീവ് ചെയ്യും. എന്നിട്ട് തലാമസിൽ നിന്ന് അനലൈസ് ചെയ്തിട്ടാണ് അത് എവിടേക്ക് പോവുക? സെറിബ്രത്തേക്ക് പോവുക. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് സെറിബ്രത്തിലേക്ക് എത്തുന്നില്ല. അതുപോലെ സെറിബ്രത്തിൽ നിന്ന് തിരിച്ചു വരുന്നതും ടു ആൻഡ് ഫ്രം എന്നാ കൊടുത്തത്. അങ്ങോട്ട് പോകുന്നതും തിരിച്ച് ഇങ്ങോട്ട് വരുന്നതും, സെറിബ്രത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന ഇമ്പൾസുകളും എവിടെ കയറിയിറങ്ങും? തലാമസിൽ കയറിയിട്ടാണത് പുറത്തേക്ക് പോവുക. സോ ഇറ്റ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ. റിലേ സ്റ്റേഷൻ എന്നതിലുപരി അത് എന്തുകൂടെ ചെയ്യുന്നുണ്ട്? അനലൈസ് ചെയ്യുന്നുകൂടിയുണ്ട്. അനലൈസ് ചെയ്ത് ഇത് ആവശ്യമുള്ളതാണോ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം ഏതാണോ സെറിബ്രത്തിലേക്ക് എത്തേണ്ടത് എന്തുകൂടി മനസ്സിലാക്കി സെൻസ് ചെയ്തിട്ടാണ് അത് സെറിബ്രത്തിലേക്ക് അയക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് തലാമസിന്റെ ഫംഗ്ഷൻ. ഇത് പോസ്റ്റ് ഓഫീസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യും. പോസ്റ്റ് ഓഫീസിൽ ഇപ്പൊ എന്താ ചെയ്യാറുള്ളത്? പോസ്റ്റ് ഓഫീസ് ലെറ്റേഴ്സ് റിസീവ് ചെയ്യും അല്ലെ? എന്നിട്ട് റിസീവ് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്ത് അത് ഏത് ഭാഗത്തേക്കാണ് കൊടുക്കേണ്ടത് അവിടേക്ക് അത് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഒരു പോസ്റ്റ് ഓഫീസുമായിട്ട് നമുക്ക് ആരെ കമ്പയർ ചെയ്യാം? തലാമസിനെ കമ്പയർ ചെയ്യാം. അപ്പൊ റിസീവ് ചെയ്യുക, അനലൈസ് ചെയ്യുക,
എന്നിട്ടത് ആവശ്യമുള്ളിടത്തേക്ക് എത്തിക്കുക. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റത്തതാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് തലാമസിന്റെ താഴെയാണ്. നിങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് തലാമസിന്റെ താഴെയായിട്ടാണ് വരുന്നത്. മീനിങ് തന്നെ അതാണ്, ഹൈപ്പോ. ഓക്കെ, ആൻഡ് ഇറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ ദ മെയിന്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. വാട്ട് യു മീൻ ബൈ ഹോമിയോസ്റ്റാസിസ്? 9th സ്റ്റാൻഡേർഡിൽ നിന്ന് നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണിത്, ഹോമിയോസ്റ്റാസിസ്. ഓർമ്മയുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്ത് നമ്മുടെ ഹോമിയോസ്റ്റാസിസ് കീപ്പ് ചെയ്യുന്നു എന്ന് നിങ്ങൾ പഠിച്ചിരുന്നു. അവിടെ പറഞ്ഞിരുന്നു വാട്ട് ഈസ് ഹോമിയോസ്റ്റാസിസ്. നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരവസ്ഥക്ക് പറയുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ്. അത് എന്തിന്റെ എമൗണ്ടും ആയിരിക്കാം. നിങ്ങൾക്കറിയാം, എല്ലാത്തിനും ഒരു നോർമൽ ഒരു അളവുണ്ട്. ഇപ്പൊ ഗ്ലൂക്കോസിനായാലും ഒരു നോർമൽ അളവുണ്ട്, അയഡിനായാലും ഒരു നോർമൽ അളവുണ്ട്, അതുപോലെ വാട്ടറിനുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എല്ലാത്തിനും ഒരു നോർമൽ, ഒരു ബാലൻസ്ഡ് ഒരു അളവുണ്ട്. ആ ഒരു അളവിൽ നിന്നും കൂടാതെയും കുറയാതെയും നോക്കാൻ ആര് സഹായിക്കുന്നു? ഹൈപ്പോതലാമസ് സഹായിക്കുന്നു. അപ്പൊ അതൊരു ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? They maintain homeostasis. Then how does they maintain homeostasis? It is an important question for your exam of 4 marks. 4 മാർക്കിന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ആൻസർ വളരെ വിശദീകരിച്ച് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അത് പഠിക്കാനുള്ളത് 3rd ചാപ്റ്ററിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബ്രെയിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ, ആർന്റ് യു കൺവിൻസ്ഡ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ബ്രെയിൻ? ഡിസ്കസ് ദ നെസസിറ്റി ഓഫ് വിയറിംഗ് ഹെൽമെറ്റ് വൈൽ റൈഡിംഗ് ടു വീലേഴ്സ്. എന്തായിരുന്നു ഹെൽമെറ്റ് ധരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് അവർ മെഡുല്ല ഒബ്ലോംഗേറ്റ, ബിക്കോസ് ഇറ്റ് ഈസ് കൺട്രോളിംഗ് അവർ involuntary actions. That's all for today's class. Goodbye.